ഇറാൻ ഡേർട്ടി ബോംബ് പ്രയോഗിക്കുമെന്ന് ഇസ്രായേലിന് പേടി. കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് പല സംഘങ്ങളും സംഘടനകളും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഇപ്പോഴത്തെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് അവരുടെ കൈവശത്തിലുള്ള ആയുധത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ലോകത്തിന് അറിയില്ല എന്ന് മാത്രമല്ല, അവർ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മിസൈലിൻ്റെ രൂപങ്ങൾക്കൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് വലിയ തരത്തിൽ അതായത് പ്രഹരശേഷി ഉള്ളതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വാർഹെഡൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം ഉണ്ടാക്കുകയാണെങ്കിൽ, അയൺ ഡോം പോലെയുള്ള സംവിധാനം കൊണ്ട് പ്രതിരോധിക്കുകയാണെങ്കിൽ അവിടെ തന്നെ പൊട്ടിത്തെറിച്ചാൽ അത് കഷ്ണങ്ങളാക്കി ചെതറിയിട്ട് മറ്റ് ബോംബായിട്ട് ക്ലസ്റ്റർ ബോംബ് രൂപത്തിൽ രാജ്യത്തിലേക്ക് വീഴുകയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം ഓരോരോ ദിവസവും ഇറാൻ ഇപ്പോൾ പ്രയോഗിച്ച് കൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള മിസൈലുകളാണ്. അതിന് പ്രഹരശേഷി കൂടുതലുള്ളതും വളരെ വേഗതയിൽ പറന്നുകൊണ്ട് ആക്രമിക്കാൻ തരത്തിലും പ്രതിരോധത്തെ അതിജീവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാൻ ഡേർട്ടി ബോംബ് പ്രയോഗിക്കുമെന്നുള്ള ഭയം ഇസ്രായേലിലിപ്പോൾ വ്യാപകമായിരിക്കുന്നു. തലമുറയെ വേട്ടയാടാനും നഗരം ശ്മശാനമാക്കാനും റേഡിയോളജിക്കൽ ആക്റ്റീവ് പൗഡറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിണത ഫലം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നീട് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകരമായിട്ട് നിലനിൽക്കും. ആണവായുധമല്ല, എന്നാൽ ആണവായുധത്തിന് തുല്യമുള്ളത് തന്നെയാണ്. അപ്പോൾ ആണവായുധം പ്രയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ആണവായുധമല്ല. പിന്നെ ഈ ആക്രമിക്കുന്ന സമയത്ത് അതിന് സാധാരണ രീതിയിൽ ഒരു സ്ഫോടനം നടക്കുകയും നാശമുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ മാത്രമേ ഉണ്ടാവൂ. അതായത് ഈ ഡേർട്ടി ബോംബ് കൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് ആ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരുപക്ഷെ സാധാ ഒരു ബോംബ് കൊണ്ട് പൊട്ടിത്തെറിച്ചാൽ എത്ര ആൾക്കാർ മരിക്കും അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ നാശം ഉണ്ടാക്കുന്ന എത്ര ഉണ്ടാവുമെങ്കിൽ അത്ര മാത്രമേ ഉണ്ടാവൂ. പിന്നീടാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ പുറത്തു വരിക. ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞാൽ അത് റേഡിയോളജിക്കൽ ആക്റ്റീവാണ്. അതൊരു പൗഡർ കെമിക്കൽ പോലെയുള്ള സംവിധാനമാണ്. അത് ചെതറിയിട്ട് വായുവിലൂടെ ആ ഭൂമിയിൽ എവിടെയൊക്കെ പരന്നു കിടക്കും. ശ്വസിക്കുന്ന സമയത്ത് പോലും അതിന് നാശങ്ങൾ ഉണ്ടാകുന്നതാണ്. റേഡിയോളജിക്കൽ ഡിസ്പേഴ്സൽ ഡിവൈസ് RDD എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. സാധാരണ ബോംബായിട്ടും വിസ്ഫോടക വസ്തുക്കൾ ചേർത്ത് നിർമ്മിക്കുന്നതായിട്ടാണ് ഇത് കാണുക. സാധാരണ ബോംബാണ്, പക്ഷേ വിസ്ഫോടക വസ്തുക്കൾ ചേർത്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. പൊട്ടിത്തെറി സാധാരണ ബോംബ് പോലെ തന്നെയാണ്. വികിരണം വസ്തുക്കൾ പരിസരത്ത് ചിതറിക്കിടക്കും. വികിരിക്കപ്പെടുന്ന അതിൻ്റെ വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാൽ അതിൻ്റെ വസ്തുക്കളൊക്കെ പരിസര പ്രദേശത്ത് ചിതറിക്കിടക്കും. പ്രദേശം വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വർദ്ധിക്കുകയും മനസ്സിലാകാത്ത രോഗങ്ങൾ, വൃക്ക പോലെ, വൈകല്യം പോലെയുള്ള ബുദ്ധിമാന്ദ്യം പോലെയുള്ള സ്ഥിതിയിലേക്ക്, അതായത് ആണവായുധം പ്രയോഗിച്ചാൽ തലമുറ പോലും വേട്ടയാടുന്ന രീതിയിലുള്ള രോഗം വ്യാപിക്കും എന്നുള്ളത് ഇതിന് മുൻപ് തന്നെ ഈ UN കണ്ടെത്തിയതാണ്. അതിന് തത്തുല്യമായ രീതിയിൽ തന്നെ എത്തപ്പെടും എന്നതാണ്. ദീർഘകാലം ആരോഗ്യ പ്രശ്നമുണ്ടാവുകയും ദേശത്ത് നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയും വരും. അതായത് വാസയോഗ്യമല്ലാതെ ആകുന്ന തരത്തിലേക്ക് ഈ സാധനം വീണ് കഴിഞ്ഞാൽ ഉണ്ടാകും എന്ന് ചുരുക്കം. ഇതിൻ്റെ ഈ പ്രഹരശേഷി അല്ലെങ്കിൽ ഇത് നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്: സമ്പുഷ്ട യുറേനിയത്തിൻ്റെ 45% ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഡേർട്ടി ബോംബ് സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഇറാൻ്റെ കൈവശത്തിൽ അത് 45 അല്ല 60% ഉണ്ട്. 60 കഴിഞ്ഞാൽ പിന്നെ 90%. 60 കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 90ആണ്. 60, 61, 62, 65, 70 അങ്ങനെയൊന്നുമില്ല. ഇത് 30, 60, 90ആണ്. അപ്പോൾ 60 കഴിഞ്ഞു, ഇനി അടുത്തതിലേക്ക് 90. 90 കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആണവായുധം ഉണ്ടാക്കാൻ പറ്റും. 45 ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയപ്പെട്ട ഡേർട്ടി ബോംബ് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് നിലവിൽ 60 ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആണവായുധത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, മറ്റൊന്ന് ഡേർട്ടി ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇന്നലത്തെ ആക്രമണം എന്ന് പറഞ്ഞാൽ തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഏരിയ അപ്പാടത്തിന് ഇല്ലാതായിരിക്കുന്നു. 48,000 ബിൽഡിങ്ങുകളെങ്കിലും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം അത് 6 പറഞ്ഞത്, പിന്നെ ഏകദേശം ഒരു 20ഓളം എന്ന് പറഞ്ഞ് 60 വരെ ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. 48,000-ലധികം. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു ഒരു മേഖല അപ്പാടെ ശൂന്യമായിരിക്കുന്നു. 4 നില ബിൽഡിങ്ങിൻ്റെ ഉയരത്തിലുള്ള ഒരു ബിൽഡിങ്ങും പോലും കാണാത്ത വിധം ഇറാൻ അടിച്ച് പമ്പരമാക്കിയിരിക്കുന്നതിനാൽ ചെതറപ്പെട്ടു പോയിരിക്കുന്നത്. അതായത് നാഷണൽ ഹൈവേ കാണാൻ പോലും സാധിക്കാത്ത വിധം വീടേതാണ്, പരിസരം ഏതാണ്, ചുറ്റുപാട് ഏതാണ് എന്ന് മനസ്സിലാകാൻ പറ്റാത്ത വിധവും ഇലക്ട്രിക്കൽ ലൈനുകളൊക്കെ തകർക്കപ്പെട്ട രീതിയിലുമാണ് ഇറാൻ്റെ ഇസ്രായേലിലേക്കുള്ള
മിസൈൽ ആക്രമണം നടന്നത്. ചരിത്രത്തിൽ ഇതുപോലെയുള്ളൊരു ആഘാതം ഒരിക്കൽ പോലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ പ്രതീക്ഷിച്ചതല്ല. വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന ഒരു യുദ്ധമാണെന്നും വളരെ എളുപ്പത്തിൽ തന്നെ അവരെ അട്ടിമറിക്കാൻ വേണ്ടി സാധിക്കുന്ന വിധത്തിലാണ് സംവിധാനം എന്നും പല ഘട്ടത്തിലായിട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞാണ്. പക്ഷേ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നത്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ മാരകമായിരിക്കുന്ന തിരിച്ചടിയാണ്, കഠിനമായിരിക്കുന്ന തിരിച്ചടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് രാജ്യത്ത് ആഭ്യന്തരമായിരിക്കുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇറാൻ്റെ അകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾക്ക് നിർദ്ദേശവും ഉപദേശവും നൽകിയ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അവരുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ലോകത്തോട് ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് UN സഭയോട് വിഷയത്തിൽ ഇടപെടണമെന്നും ഈ നിരോധിക്കപ്പെട്ട ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് ഇറാൻ പ്രയോഗിക്കുന്നുണ്ട്, അത് തടയപ്പെടണമെന്നുള്ള ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അപേക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. അത് UN ഇസ്രായേലിൻ്റെ പ്രതിനിധിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ലോകം ആർത്തിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ചില പത്രങ്ങൾ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്. കാര്യം 35-ലധികം തവണ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ UN ഈ വളരെ നിർണായകമായിരിക്കുന്ന വിധി പ്രസ്താവ്യത്തെ തള്ളപ്പെടുകയും അങ്ങനെയുള്ള ഒരു നിലപാടും തങ്ങൾ അംഗീകരിക്കുകയില്ലെന്നും തുറന്നു പറയപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ UN ഈ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ ആ നിലപാട് അംഗീകരിക്കില്ല, ധിക്കാരപരമായിട്ട് ആ മറുപടി പറയാം. ഇപ്പം തന്നെ നോക്കൂ, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് പുറപ്പെടുവിച്ച ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രധാനമന്ത്രിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ അറസ്റ്റ് വാറണ്ട് ലോകത്ത് ഏതൊരു രാജ്യത്തിനും UN സഭയിൽ ഏകദേശം 165-ലധികം രാജ്യങ്ങളുണ്ട്. അത്രയും രാജ്യങ്ങൾക്ക് അതിർത്തിയിൽ കയറി അവരുടെ രാജ്യാതിർത്തി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അകത്ത് കയറിയിട്ടോ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇസ്രായേലിനെ അകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വേറെ വിഷയം. പക്ഷേ വേണമെങ്കിൽ അതുപോലും സാധ്യമാകുന്ന തരത്തിലാണ് വിധി പ്രസ്താവ്യം വന്നത്. 165 രാജ്യങ്ങളാണ് ഈ നിലപാടിനെ ശരിവെച്ചുകൊണ്ട് കൈ ഉയർത്തിയത്. അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് മാറി നിന്നു. അല്ലെങ്കിൽ വിധി അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വീറ്റോ പവർ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തി. അതായത് ഇവിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് വിധി പറഞ്ഞത്. ആ വിധി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് UN സഭയിൽ വന്നത്. ആ UN സഭയിൽ വന്ന ചർച്ചയ്ക്കെതിരെയാണ് അമേരിക്ക സംസാരിച്ചതെന്ന് ചുരുക്കം. അല്ലാതെ വിധിക്ക് എതിരെയല്ല. വിധി പറഞ്ഞത് ഗേയിൽ കിടക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ്. ആ കോടതിയുടെ വിധിയാണ് ഇസ്രായേൽ അംഗീകരിക്കാത്തത്. അപ്പോൾ നേരെ മറിച്ച് മറ്റൊരു രാജ്യത്തിന് നേരെ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യത്തിന് നേരെയൊക്കെയാണ് അങ്ങനെ വിധി വന്നത് എങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാനും പിടിച്ചു കൊണ്ടുവരാനും ജയിലടക്കാനും വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ അമേരിക്ക മുന്നിലുണ്ടാവും. ഇപ്പോൾ വെനിസുലയിൽ കണ്ടില്ലേ, വെനിസുലയിൽ ഏകദേശം ഒരു 4-5 മണിക്കൂറിൻ്റെ ഇടയിലാണ് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ പിടികൂടിയിട്ട് രാജ്യം കടത്തി അമേരിക്കയെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടക്കപ്പെട്ടത്. അപ്പോൾ അത്രയ്ക്കും ശക്തിയുള്ള ഒരു രാജ്യമാണ്. ഒരു തരത്തിലും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ സമയത്ത് അംഗീകരിക്കില്ല. ആ ഇസ്രായേലാണ് ഇപ്പോൾ UN എന്ത് ചെയ്തിട്ടുണ്ട്? സഹായം തേടിയിരിക്കുന്നത്. മറ്റൊരു ഗതിയുമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാര്യം ശക്തമായിരിക്കുന്ന അക്രമം, ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ അമേരിക്കക്ക് സർവ്വ മേഖലയിലും ലഭിക്കുന്നു. അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് തകർക്കപ്പെടാത്തത് ഒന്നുപോലും ബാക്കിയില്ല. 6 രാജ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ജോർദാനിലേക്ക് പോയിട്ടുണ്ട്. ഈജിപ്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു അഭിപ്രായം പുറത്തു വരുന്നു. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയെ 2 പ്രാവശ്യം ആക്രമിച്ചു. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തുർക്കിക്കകത്ത് അമേരിക്കയുടെ ബേസ് ഉണ്ട്. അമേരിക്കയുടെ ബേസുള്ള ഏത് മുസ്ലിം രാജ്യത്തിന് നേരെ തങ്ങൾ ആക്രമിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തങ്ങൾ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചില രാജ്യങ്ങൾക്കറിയാം, ചില രാജ്യങ്ങൾക്ക് അറിയില്ല. ചിലത് അമേരിക്ക നിഷേധിക്കും, മറ്റുള്ള ചിലത് അമേരിക്ക നിഷേധിച്ചിട്ട് കാര്യമില്ല. കാര്യം കൃത്യമായിരിക്കുന്ന പ്രൂഫ് ഉണ്ടാവും. വീഡിയോ സഹിതമാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇതിനെ ഒരു പ്രതിരോധ തലത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കണം ശ്രമിച്ചാൽ അത് നടക്കാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഇപ്പോൾ സമ്പുഷ്ട യുറേനിയത്തിന് നിയന്ത്രണങ്ങൾ ഇറാൻ ഇപ്പോൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ബോംബുകൾ നിർമ്മിച്ചുകൊണ്ട് പ്രത്യാക്രമണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുകയാണ്. ഡേർട്ടി ബോംബ്, അത് ഞങ്ങളുടെ തലയും കൊണ്ടേ പോകും, അല്ലെങ്കിൽ ജീവനെടുത്തേ പോകും. അത് ഈ ഭൂമിയിൽ വീഴുന്നതിന് മുൻപ് വേണം ഈ ഇറാനുമായിട്ട് ചർച്ച നടത്താൻ. അവരുമായിട്ട് സഹകരിക്കാതെ
തങ്ങളുടെ ജീവന് നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ തങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്ന് കൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പറയുന്ന കാര്യം, ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എങ്ങനെ ആയിരിക്കും ഇസ്രായേൽ പ്രതികരിക്കുക? ഇസ്രായേലിൻ്റെ പ്രതിരോധ ശേഷിയും പ്രതികരണ ശേഷിയും നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഡയറ്റി ബോംബിൻ്റെ ആക്രമണം ഇറാനിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിന് നേരെ ഉണ്ടാവുക എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.